എറണാകുളം ജില്ലയുടെ വിഷു പടക്ക വിപണി എന്ന് പറയുന്നത് പറവൂരാണ്. ചെറുതും വലുതുമായ നിരവധി പടക്ക നിർമ്മാണ കേന്ദ്രങ്ങളാണ് ഇവിടെയുള്ളത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വർണ്ണ വൈവിധ്യങ്ങൾക്കാണ് നിർമ്മാതാക്കൾ മുൻതൂക്കം നൽകിയിരിക്കുന്നത്. വിഷുവിന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് വിഷുവിനെ കുറച്ചുകൂടി കളറാക്കുന്നത് കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് പൂത്തിരി കത്തിച്ച് അങ്ങനെയുള്ളൊരു ഗംഭീരമായിട്ട് മാറ്റുന്നത്. നമ്മളുള്ളത് പറവൂരാണ്. പറവൂര് എറണാകുളം ജില്ലയിൽ പറവൂർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ്. ഇത്രയും ഈ പടക്കം, അതോടൊപ്പം തന്നെ മേശപ്പൂ, കമ്പിത്തിരി എന്ന് തുടങ്ങുന്ന ഈ സാധനങ്ങളുടെ എല്ലാം തന്നെ വലിയൊരു ഗംഭീര വിപണി എന്ന് പറയുന്ന ഇടമാണിത്. വലിയ ആൾക്കൂട്ടമാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി വിഷു കളറാക്കുക എന്നതാണ്. നമ്മളുള്ളത് ഈ ബ്രഹ്മൻ ഫയർ വർക്ക്സ് എന്ന് പറയുന്ന ഒരിടത്താണ്. ആളുകളൊക്കെ വാങ്ങിച്ച് കൂട്ടുന്ന ഒരു സ്ഥലമാണ്. ഇതിനിടയിൽ ഒരാളെ കൂടി നമുക്കുണ്ട്, രാജേഷ് ചേർത്തല. രാജേഷ്, ഇത് ഒരു കട നടത്താനുള്ള സാധനങ്ങൾ അത്രയും ഞങ്ങള് 3 വീട്ടിലേക്കുള്ള നമ്മളെ ചേട്ടന്മാർ 3 വീട്ടിലേക്കുള്ള സാധനമാണ്. അതെ, ഇപ്പൊ എല്ലാ വർഷവും ഇവിടുന്ന് വാങ്ങുന്നത്. ചേർത്തല നിന്ന് ഇവിടം വരെ വന്ന് വാങ്ങുന്നത്. രാജേഷ്, നമുക്കറിയാം, പുല്ലാങ്കുഴൽ വാദകനാണ്, വളരെ ഫേമസ് ആയ ഒരു കക്ഷി. ഇത് സ്ഥിരം ഇവിടെ തന്നെ വർഷങ്ങളായിട്ട് ഇവിടുന്ന് വാങ്ങുന്നത്. അതെ 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 തെറ്റിക്കാതെ ഇത്തവണ ഇതിനുവേണ്ടി ഇവിടെ അതെ 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 എന്തൊക്കെയാണ് വെറൈറ്റി? കൊറേ വാങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയൊന്നും ഒരു പിടുത്തം. എല്ലാവരൊക്കെ കാത്തിരിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഹാപ്പി വിഷു, കളറാവട്ടെ കേട്ടോ. ഹാപ്പി വിഷു. ഏതായാലും ഇദ്ദേഹം പർച്ചേസ് തുടങ്ങുകയാണ്. ഇതുപോലെ ഈ വാങ്ങിച്ച് കൂട്ടുന്നത് പോലെ തന്നെയാണ്. കുട്ടികളാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ആളുകൾ. ഈ കടയിൽ അധികം നേരം നിൽക്കുക എന്ന് പറയുന്നത് പാടാണ്. എങ്ങനെയാണ്, എന്തൊക്കെ വാങ്ങിച്ചു? ഇല്ല, നമ്മള് ആദ്യമായിട്ടാണ് ഈ ഷോപ്പിൽ വരുന്നത്. ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോവാണ്. അപ്പൊ കുറച്ചിങ്ങനെ നമ്മളിങ്ങനെ ഇവരുടെ അടുത്ത് വെറൈറ്റി ചോദിക്കുന്നുണ്ട്, ഏതൊക്കെയാണെന്ന്, കിഡ്സിനൊക്കെ പറ്റിയ മോഡല്. അപ്പൊ നമ്മളത് നോക്കുകയാണ്. റോക്കറ്റ്, ബോംബ്, കമ്പിത്തിരി, ലൈറ്റ്, അതുപോലൊക്കെ. സൂപ്പറാക്കുക. അതിൽ ഇതുപോലെ ഓരോരുത്തരും ഇഷ്ടാനുസരണം തെരഞ്ഞെടുത്തുകൊണ്ട് കുട്ടികളാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ആളുകൾ എന്നെല്ലാം തന്നെ പറയുന്നത്. മോനെ, എന്തൊക്കെ വാങ്ങിച്ചു? അത് ഈ കമ്പിത്തിരി വാങ്ങിച്ച്, ചറവറ വാങ്ങിച്ച്, ചെറിയ സ്കൈ ഷോട്ട് വാങ്ങിച്ച്, പിന്നെ ടോർച്ച് വാങ്ങിച്ച്. കത്തിക്കണേ. എന്തൊക്കെ സാധനങ്ങൾ ആളുകൾ കൂടുതലൊന്നും ചോദിക്കുന്നത്? കൂടുതലും മറ്റേ ഇതില്ലേ, കമ്പിത്തിരി, പിന്നെ വെറൈറ്റി സാധനം, ഗുഡിയാന്ന് പറഞ്ഞത്, അങ്ങനെയുള്ളത്. ഏത് ചെയ്തോ? സാധനം. അതെന്താ അതിന്റെ ഒരു പ്രത്യേകത? അതെന്ന് പറയുമ്പോ മറ്റേ നന്നായിട്ട് കത്തുകയും ചെയ്യും, കുറെ നേരം നിന്നോളൂ. കുട്ടികളൊന്നും പേടിക്കും? ഇല്ലില്ല, പൊട്ടണ സാധനം ഒന്നുമല്ല, നല്ലതാ. കമ്പിത്തിരി, മത്താപ്പ് എന്നുള്ള പണ്ട് പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ വിപണിയും കാര്യങ്ങളും എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. ഈ കാണുന്ന പുത്തിരിയും മത്താപ്പും എല്ലാം തന്നെ ഇനിയിപ്പോൾ ഈ ദിവസങ്ങളിൽ ചുരുങ്ങിയ സമയം കൊണ്ട് വിറ്റ് തീരുന്നു എന്നുള്ളതാണ്. ചേട്ടോ, തിരക്കാണെന്നറിയാമെന്നാലും എന്തൊക്കെയാണ് ഇത്തവണത്തെ ഒരു പ്രധാന സാധനങ്ങൾ എന്ന് പറയുന്നത്? ഇവിടെ പ്രധാന സാധനങ്ങൾ മെയിനായിട്ട് ഒത്തിരി അധികം സാധനങ്ങൾ വെറൈറ്റി ഐറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ അത് ഓരോ അനുസരിച്ച് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പലതും തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികളാണ് ഇതിന്റെ ഒരു പ്രധാന തെരഞ്ഞെടുപ്പ്. കുട്ടികളെന്ന് പറഞ്ഞാൽ കുട്ടികളായിട്ട് കാരണന്മാർ വന്നുകൊണ്ടിരിക്കുകയല്ല. അപ്പൊ അവര് ഈ കളർ കണ്ടിട്ട് ഓരോ ഐറ്റം കാണുമ്പോൾ അവർ ആവശ്യപ്പെടുകയാണ് ഓരോ കാര്യങ്ങൾ. അപ്പൊ അതനുസരിച്ചിട്ട് പിള്ളേർക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതില് പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞ കാരണം ഇപ്പൊ ഈ കമ്പിത്തിരി, മത്താപ്പ് സാധാരണ സ്ഥിരമായിട്ട് പിള്ളേർ വാങ്ങിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ കമ്പിത്തിരി വെറൈറ്റി, പുകയില്ലാത്തൊരു കമ്പിത്തിരി തവണ വന്നിട്ടുണ്ട്. പ്രകൃതി പുക എന്ന് പറഞ്ഞാൽ പുക ചിലവർക്ക് അലർജിയാണല്ലോ. അപ്പൊ അതിന്റെ പേരിൽ പുകയില്ലാത്ത അത് കംപ്ലീറ്റ് കഴിഞ്ഞു പോയി. അതൊക്കെ കൂടിയ ഐറ്റം എന്ന് പറഞ്ഞപ്പോൾ ഷോട്ടുകളാണ് മെയിനായിട്ട്. ഷോട്ടുകൾ എന്ന് പറഞ്ഞ കാരണം ഇപ്പൊ എല്ലാവരും ഈ അമ്പലങ്ങളിൽ കത്തിക്കേണ്ടവരും നമ്മുടെ വീടുകളിൽ ഇപ്പൊ വിഷുവായിട്ട് കത്തിക്കേണ്ട ഈ ഷോട്ടുകളൊക്കെ ചെറിയ വെടിക്കിട്ടാണ്. കാരണം എന്താണെന്നറിയാമോ, നമ്മൾ ആഘോഷിക്കുന്ന ആകെ ഒരു വിഷുവാണ്. ആ വിഷു ചില കുടുംബക്കാർക്ക് നല്ലോണം ആഘോഷിക്കണമെന്നുണ്ട്. അന്നേരത്തെ ആരും പൈസ നോക്കാറില്ല. അത് വെച്ച് ആഘോഷിക്കണം എന്നുള്ള ഒരാഗ്രഹം പലർക്കുണ്ട്. എല്ലാവരും ആവശ്യക്കാർ മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ സാധാരണ ഒരു കുടുംബത്തിൽ 5,000-6,000 രൂപ മേടിക്കുന്ന ഒരു യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആ കണ്ടീഷൻ. വിപണി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ സാധാരണ ഒരു 3-4 ദിവസത്തെ കച്ചവടം നമുക്ക് വരാറുള്ളത്. അതിൽ എന്ന് പറഞ്ഞാൽ ഇത് 10-85 വർഷമായിട്ടുള്ള ഒരു പഴയ കടയിൽ, മനസ്സിലായില്ലേ, അറിയാവുന്നതാണ്. അപ്പൊ അതിന്റെ പേരിൽ അങ്ങനെ പോകൊണ്ടിരിക്കുന്നു. ഇപ്പൊ പല വെറൈറ്റിയും തീർന്നിട്ട് രണ്ടാമതൊക്കെ ഇങ്ങനെ പലതും വരാനുണ്ട്.
ചിലവ് വന്നിട്ടില്ല. നമ്മുടെ ആ മറ്റേ പ്രശ്നങ്ങളൊക്കെ കാരണം പലതും വന്നിട്ടില്ല. അങ്ങനെയുള്ള രീതികളിലൊക്കെ നിൽക്കണം അതിൽ. എന്തായാലും വളരെ ആഘോഷപൂർവ്വമാണ് മലയാളികൾ വിഷുവിനെ വരവേൽക്കുന്നത്. അതിനു വേണ്ട സർവ്വ സന്നാഹങ്ങളും സജ്ജീകരണങ്ങളും എല്ലാം തന്നെ പടക്ക വിപണിയിലുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ഈ പൊട്ടുന്നത് മാത്രമല്ല ഒരു ആഘോഷമായിട്ട് വരുന്നത്. അത്താപ്പവും കമ്പിത്തിരിയും അതിന്റെ പല വേർഷനും പൊട്ടിച്ചെതറുന്നതെല്ലാം തന്നെ ഗംഭീരമായിട്ട് പോകുന്നു. പലതിനും ഇഷ്ടപ്പെട്ട പേരുകൾ സ്പൈഡർമാൻ, മെസ്സി അടക്കം പൊട്ടാൻ വേണ്ടി തയ്യാറായിട്ട് വിഷുവിന് എത്തിയിട്ടുണ്ട്. എന്തായാലും വിഷു കളറാക്കാൻ വേണ്ടിയുള്ള ആഘോഷപൂർവമായ സാധനങ്ങളെല്ലാം തന്നെ സജ്ജമാക്കിയിരിക്കുന്നു എന്നത് തന്നെയാണ്. കുട്ടികളുടെ ഒരു തിരക്കും അവരുടെ ഒരു സന്തോഷവും എല്ലാമാണ് നമ്മളിവിടെ നിന്നാൽ കാണാനായിട്ട് സാധിക്കുന്നത്. പറവൂരിലെ പടക്ക വിപണിയിൽ നിന്ന് ക്യാമറമാൻ കെ.പി. ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.